കാനഡയിൽ വിദ്യാർത്ഥികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 17.4% ഉയർന്നതായി റിപ്പോർട്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ നടത്തിയ ജൂണിലെ ലേബർ ഫോഴ്സ് സർവേയിലാണ് ഇക്കാര്യം വ്യക്തമായത്. 2009 ശേഷമുള്ള ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണിത്. യുവജനങ്ങൾക്കിടയിലെ തൊഴിലില്ലായ്മ സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനയായി കാണുന്നുവെന്ന് സാമ്പത്തിക വിദഗ്ധരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. 15 മുതൽ 24 വയസ്സുവരെയുള്ളവരും പഠനം തുടരാൻ ഉദ്ദേശിക്കുന്നവരുമായ വിദ്യാർത്ഥികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2023 വിദ്യാർത്ഥികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 11.9%. 2024 ജൂണിൽ ഇത് 15.8% ഉയരുകയും ഇപ്പോൾ ഇത് 17.4% എത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. ജൂണിൽ 83,000 പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടും തൊഴിൽ കമ്പോളത്തിൽ കാര്യമായ പുരോഗതിയില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം രാജ്യത്തെ മൊത്തത്തിലുള്ള തൊഴിലില്ലായ്മ നിരക്ക് 6.9% തുടരുകയാണ്. 15 മുതൽ 24 വയസ്സുവരെയുള്ള എല്ലാ യുവജനങ്ങളുടെയും തൊഴിലില്ലായ്മ നിരക്ക് 14.2%. 2017-19 കാലഘട്ടത്തിലെ ശരാശരി തൊഴിലില്ലായ്മ നിരക്ക് 10.8%. സാമ്പത്തികപരമായ സമ്മർദ്ദങ്ങൾ യുവജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് സർവേയിലെ കണ്ടെത്തലുകൾ വ്യക്തമാക്കുന്നതെന്നാണ് റിപ്പോർട്ട്. കാനഡയിലെ വിദ്യാർത്ഥികൾ സാധാരണയായി വേനൽക്കാലത്ത് ജോലി ചെയ്ത് വരുമാനം നേടുകയും അത് പഠനത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് രീതി. എന്നാൽ ഈ വർഷം തൊഴിലവസരങ്ങൾ കുറഞ്ഞത് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണ്. ഇൻഡീസ് ഹയറിംഗ് ലാബ് എന്ന സ്ഥാപനം നടത്തിയ പഠനത്തിൽ വേനൽക്കാല ജോലികൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 22% കുറവാണ്. സമ്മർ ക്യാമ്പ് പോലുള്ള ജോലികൾ 32% വരെ കുറഞ്ഞു. ലൈഫ് ഗാർഡ്, പെയിന്റർ, ലേബർ, മെയിൻ്റനൻസ് സ്റ്റാഫ്, കസ്റ്റമർ സർവീസ് ജോലികൾ എന്നിവയ്ക്കും കുറവുണ്ട്. വേനൽക്കാല ജോലികളിലെ കുറവ് സെന്റർ ഫോർ ഫ്യൂച്ചർ വർക്കിലെ ഡയറക്ടർ ജിം സ്റ്റാൻഫോർഡ് ശരിവെക്കുന്നു. ഈ വേനൽക്കാലത്ത് തൊഴിലവസരങ്ങൾ തീരെയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സാമ്പത്തികപരമായ സ്ഥിരതയില്ലാത്തതിനാൽ കമ്പനികൾ പുതിയ നിയമനങ്ങൾ നടത്താൻ മടിക്കുന്നതാണ് തൊഴിലവസരങ്ങളിൽ കുറവ് വരാൻ കാരണം. കമ്പനികൾ തങ്ങളുടെ ചെലവുകൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമനങ്ങൾ ഒഴിവാക്കുന്നത്. കമ്പനികൾ അവരുടെ ബജറ്റ് കുറയ്ക്കുമ്പോൾ ആദ്യം ഒഴിവാക്കുന്നത് ജൂനിയർ തസ്തികകളാണെന്നും ഒരു സമ്മർ സ്റ്റുഡൻറ്റിനെ നിയമിക്കാൻ പോലും അവർക്ക് സാമ്പത്തിക ശേഷിയില്ലെന്നും ടൊറന്റോ മെട്രോപൊളിറ്റൻ സർവകലാശാലയിലെ സാമ്പത്തിക ഗവേഷകനായ വിയറ്റ് വ്യൂ പറയുന്നു. ചെറുപ്പക്കാർക്കിടയിലെ തൊഴിലില്ലായ്മ സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറയുന്നു. അമേരിക്കയുടെ കച്ചവട തർക്കങ്ങൾ, സാമ്പത്തിക വളർച്ച കുറഞ്ഞത്, കമ്പനികൾ ചെലവ് കുറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നിവയെല്ലാം തൊഴിലില്ലായ്മ കൂടാനുള്ള കാരണങ്ങളാണ്. കാനഡയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് US കൂടുതൽ നികുതി ചുമത്തുന്നത് കാരണം കച്ചവട സ്ഥാപനങ്ങൾ പുതിയ ആളുകളെ എടുക്കാൻ മടിക്കുന്നു. സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ കമ്പനികൾ പുതിയ നിയമനങ്ങൾ നിർത്തിവെക്കുന്നു. വിദേശ വിദ്യാർത്ഥികൾ ഏറെയുള്ള വിൻസർ, ഒൻറ്റാറിയോ എന്നിവിടങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് 11.2%. ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ബ്രിട്ടീഷ് കൊളംബിയ, അറ്റ്ലാന്റിക് കാനഡ എന്നിവിടങ്ങളിലും യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ നിരക്ക് കൂടുതലാണ്. നിലവിലെ സാഹചര്യത്തെ നേരിടാനായി കാനഡ സമ്മർ ജോബ്സ് പ്രോഗ്രാം വഴി 6,000 വേതന സബ്സിഡിയുള്ള ജോലികൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് മതിയാവില്ലെന്ന് വിദഗ്ധർ പറയുന്നു. യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ അത് സാമ്പത്തികപരമായ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.